18 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ് അതിനെ 17 വയസ്സുള്ള ഈ ഇവൻ ലൈംഗികപരമായി പീഡിപ്പിച്ച് കൊന്നൊടുക്കി. ഈ സംഭവം നടന്നത് കറാച്ചിയിലാണ്. ഈ കുഞ്ഞിന്റെ അമ്മയുടെ കസിനാണ് ഇവൻ. കഴിഞ്ഞ 1.5 വർഷമായി ഇവൻ ഇവരുടെ വീട്ടിൽ വന്നു പോകാറുണ്ടായിരുന്നു. എന്നാൽ ഈ കുഞ്ഞിന്റെ മരണ ദിവസം കുഞ്ഞിന് മിഠായി വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവൻ ഈ കുട്ടീനെ പുറത്തോട്ട് കൊണ്ടുപോയി. 25 മിനിറ്റിന് ശേഷം കുഞ്ഞിനെ അവളുടെ ചെറിയമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇവൻ പോയി. ആ സമയത്ത് കുട്ടി ബോധരഹിതയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ക്രൂരകൃത്യം ഇവൻ തനിയല്ല ചെയ്തത്, ഇവനോടൊപ്പം മറ്റ് 2 പേരും കൂടി ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. വല്ലാതെ വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ഡയപ്പർ മാറ്റാൻ അമ്മ ശ്രമിച്ചപ്പോഴാണ് കഠിനമായ രക്തസ്രാവം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആ അമ്മയുടെ മടിയിൽ കിടന്ന് ആ കുഞ്ഞു മരിച്ചു. ഇവിടെ പല ചാനലുകളിലും വന്നിരുന്ന് സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ റേപ്പ് ചെയ്യപ്പെടുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന കുറെ വിദ്വാൻമാരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവന്മാരുടെ കാമപ്രാന്ത് അവസാനിപ്പിക്കാൻ വേണ്ടി എത്ര പെൺകുട്ടികളെ നിങ്ങൾ തുണിയിൽ പൊതിഞ്ഞു വെക്കും? ഇവർ പോൺ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ആ വീഡിയോസിലൊക്കെ കാണുന്ന നഗ്ന ശരീരങ്ങളെ നിങ്ങൾ തുണി വെച്ച് മൂടി പുതപ്പിക്കുമോ? വിദേശ രാജ്യങ്ങളിലൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഡ്രസ് ചെയ്യുന്ന മനുഷ്യനെ കാണുമ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇവിടെ ഇവന്മാർ കാണിച്ചു കൂട്ടുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, സൈക്യാട്രിക് ഇഷ്യൂ ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ അവർക്ക് പേടിയില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോ ഈ ചാനലിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്നവരൊക്കെ തരുന്ന ഒരു മുന്നറിയിപ്പുണ്ട്, പുരുഷന്മാർക്ക് വികാരം ഉണ്ടാവും പോലും അത് അവർ എവിടെയെങ്കിലും ഒക്കെ തീർക്കും. അതിപ്പോ കുട്ടികളോടായാലും വൃദ്ധകളോടായാലും അവർ തീർക്കാനുള്ളത് തീർക്കും പോലും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടത് കുട്ടിയായിരിക്കണം, അല്ലെങ്കിൽ ആ വൃത്തിയായിരിക്കണം, അല്ലെങ്കിൽ എവിടെയും ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളായിരിക്കും.